കാസർകോട്ടെ പ്രവാസി വ്യവസായി അബ്ദുൾ ഗഫൂർ ഹാജിയുടെ കൊലപാതകം ഏറെ ഞെട്ടിക്കുന്നതായിരുന്നു. ഈ കേസിൽ ഇപ്പോൾ അന്വേഷണം ഏത് ഘട്ടത്തിലാണ്? പോലീസ് അന്വേഷണം ജില്ലയുടെ പുറത്തേക്ക് വ്യാപിപ്പിച്ചിരിക്കുകയാണെന്നാണ് വിവരം. കാസർകോടിന് പുറത്തും സ്വർണം വിറ്റു എന്ന പ്രതികളുടെ മൊഴിയെ തുടർന്നാണ് അന്വേഷണം മറ്റു ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുന്നത്. മരിച്ച അബ്ദുൾ ഗഫൂർ ഹാജിയിൽ നിന്ന് കൈക്കലാക്കിയ സ്വർണം ആഡംബര ജീവിതത്തിനും ഭൂമി ഇടപാടിനും ഉപയോഗിച്ചുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കാസർഗോഡ് ജില്ലയിലെ വിവിധ ജ്വല്ലറികളിലായി സ്വർണം വിറ്റുവെന്നായിരുന്നു പ്രാഥമിക മൊഴിയെടുപ്പിൽ പ്രതികൾ പറഞ്ഞത്. പിന്നീട് ജില്ലയ്ക്ക് പുറത്തുള്ള ജ്വല്ലറികളിലും സ്വർണ്ണ വിൽപ്പന നടത്തിയെന്ന് പോലീസ് കണ്ടെത്തുകയായിരുന്നു. ഇതിനായി ജില്ലയ്ക്ക് പുറത്തും പ്രതികൾക്ക് സഹായികളുണ്ടാകാമെന്ന നിഗമനത്തിലാണ് പോലീസ്. സമാന പരാതികളുമായി ജില്ലയിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കാസർഗോഡ് അരമന ജ്വല്ലറിയിൽ പോലീസ് സംഘം തെളിവെടുപ്പ് നടത്തിയിരുന്നു. പ്രതികൾ വിൽപ്പന നടത്തിയ 29 പവൻ ജ്വല്ലറിയിൽ നിന്നും പിടിച്ചെടുത്തു. അതേസമയം വിൽപ്പനയിലൂടെ ലഭിച്ച പണം ആഡംബര ജീവിതത്തിനും ഭൂമി ഇടപാടിനും ഉപയോഗിച്ചുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ബന്ധുക്കളായ 12 പേരിൽ നിന്നാണ് അബ്ദുൾ ഗഫൂർ പ്രതി KH ഷമീന എന്ന ജിന്നുമ്മയ്ക്ക് മന്ത്രവാദത്തിനായി സ്വർണം നൽകിയത്. കാലാവധി കഴിഞ്ഞിട്ടും സ്വർണം തിരിച്ചു നൽകാത്തത് അബ്ദുൾ ഗഫൂർ ചോദ്യം ചെയ്തതാണ് കൊലപാതക കാരണം.